विश्वजनीनं विश्वदमन्दं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिल निന്നमृताय पകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका हार्दिक स्वागत है। तो हम पिछली कक्षा में आयाम कलाम के बहाने पाठ पढ़े थे, तो वो पाठ पूरा हो चुका है। तो आज हम अगले पाठ की ओर जा रहे हैं। हमारे अगले पाठ का नाम क्या है? पाठ का नाम है सबसे बड़ा शोमैन। सबसे बड़ा എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും വലിയ. ഷോമാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷോമാൻ എന്ന് പറഞ്ഞാൽ ഈ കലാപ്രകടനങ്ങളൊക്കെ കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഷോമാൻ എന്ന് പറയുന്നത്. അപ്പം സബ്സെ ബഡാ ഷോമാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഷോമാൻ. तो यह एक जीवनी है. जीवनी क्या है? जीवनी का मतलब है बायोग्राफी. बायोग्राफी എന്ന് പറഞ്ഞാൽ ജീവചരിത്രം. तो किसकी जीवनी है? किसकी जीवनी है ये? देखिए उसका चित्र आपके पाठ में दिया गया है. वो चित्र ज़रा देखिए. कौन है यह? हाँ, यह चार्ली चैपलिन है. चार्ली चैपलिन कौन है? चार्ली चैपलिन दुनिया का सबसे बड़ा हास्य सम्राट है. അല്ലേ? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊമേഡിയൻ ആയിരുന്നു ആര്? ചാർലി ചാപ്ലിൻ. तो ये सबसे बड़ा शोमैन चार्ली चैपलिन की जीवनी का एक अंश है. चार्ली ചാപ്ലിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ये सबसे बड़ा शोमैन. लेखक का नाम है ഗീത് ചതുർവേദി. ഗീത് ചതുർവേദി എന്നയാളാണ് ഈ ജീവചരിത്ര ഭാഗം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പാഠം തുടങ്ങുന്നതിന് മുമ്പ് അതിന് മുമ്പിൽ ഒരു ചെറിയ കാര്യം എഴുതിയിട്ടുണ്ട്. അതെന്താ നിങ്ങളൊന്ന് നോക്കിയേ. मुझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. ഇത് ചാർലി ചാപ്ലിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്. മുझे बारिश में चलना पसंद है, मेरे आंसू എൻ്റെ കണ്ണുനീര്, मेरे आंसू जो नहीं देख पाता है कोई. എൻ്റെ കണ്ണുനീര് ആർക്കും കാണാൻ കഴിയില്ലല്ലോ. അപ്പം മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം, കാരണം എൻ്റെ കണ്ണുനീരാർക്കും കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാകേണ്ടത്? चार्ली चैपलिन बहुत बड़ा हास्य सम्राट था. वो लोगों को हंसाता था, लेकिन उसका जीवन दुख से भरा था. അദ്ദേഹത്തിൻ്റെ ജീവിതം ദുഃഖപൂർണ്ണമായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെയൊരു സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ചാർലി ചാപ്ലിൻ്റെ സിനിമകളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി 1-2 വീഡിയോസൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ കാണുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോയാലോ? ഓക്കെ. देखिए सबसे बड़ा शोमैन जीवनी, गीत चतुर्वेदी. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोग चिल्लाने लगे. कहीं से कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगे. इस अभद्र शोर ने माँ को സ്റ്റേജ് से हटने को मजबूर कर दिया. അപ്പോൾ ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. എന്താ അവിടെ പറയുന്നത് നോക്കിയേ. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. गाते गाते എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടിരുന്നപ്പം അചാനക് സഡൻലി പെട്ടെന്ന് മാ കി ആവാസ് അമ്മയുടെ ശബ്ദം, മാ കി ആവാസ് ശബ്ദം ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി, ഇടറി ഒരു പിറുപിറുക്കുന്ന ശബ്ദത്തിലേക്ക് ചേഞ്ചായി. അതായത് അമ്മ എവിടെയോ പാട്ട് പാടുകയായിരുന്നു. അപ്പോൾ പാട്ട് പാടുന്നതിനിടയിൽ പെട്ടെന്ന് അമ്മയുടെ ശബ്ദം ഇടറി. ആവാസ് ഫട്ടന എന്ന് പറഞ്ഞാൽ ശബ്ദം പൊട്ടുക എന്നാണ്. ശബ്ദം പൊട്ടുക എന്ന് പറഞ്ഞാൽ ശബ്ദം ഇടറുക. ശബ്ദം ഇടറി
ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. ഫുസ്ഫുസാഹട്ട് എന്ന് പറഞ്ഞാൽ വളരെ പതിഞ്ഞ ശബ്ദം, നമ്മൾ പിറുപിറുക്കുന്നത് പോലെയുള്ള ശബ്ദത്തിനാണ് ഫുസ്ഫുസാഹട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പിറുപിറുക്കൽ പോലെ മാറിപ്പോയി. തബ്ദീൽ ഹോന എന്ന് പറഞ്ഞാൽ മാറുക എന്നാണ്. അപ്പോൾ അമ്മയുടെ ശബ്ദം ഒരു പിറുപിറുക്കൽ പോലെയായി മാറി. यहाँ किसकी माँ के बारे में बात कर रही है? हाँ, चार्ली की माँ. तो चार्ली की माँ कहीं पर एक गाना गा रही थी, तब उसकी आवाज़ फट गई. लोगों को लगा कि माइक में कुछ खराबी आ गई है. लोगों को लगा, ആളുകൾക്ക് തോന്നി. ആളുകൾ ആരാണ്? ഇത് കാണാൻ വന്നിരിക്കുന്നത്, പാട്ട് പാടുന്നത് കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നവരാണ് ലോഗ്. ആളുകൾക്ക് തോന്നി कि माइक में कुछ खराबी आ गई है. മൈക്കിന് എന്തോ ഒരു ഖരാബി, തകരാറ് വന്നിരിക്കുന്നതാണെന്ന്. पर ഫുസ്ഫുസാഹട്ട് ജാരി थी. പക്ഷേ ഈ പിറുപിറുക്കൽ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. ജാരി എന്നാണ് ആ വാക്ക്. അതിൻ്റെ അടിയിൽ ഒരു കുത്തുണ്ട്, അത് ശരിക്കും ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ജാരി എന്നല്ല വാക്ക്, ജാരി എന്നാണ്. ജാരി ധി എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ്. ലോഗ് ചില്ലാനെ ലഗേ. ചില്ലാന എന്ന് പറഞ്ഞാൽ ഒച്ചയിടുക, ബഹളം വയ്ക്കുക, ഉറക്കെ വിളിച്ചു പറയാമെന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. കഹീ സെ കുച്ച് ലോഗ് മ്യാവു മ്യാവു കി ആവാസ് നിക്കാലിനെ ലഗേ. എവിടുന്നോ കുറച്ച് ആളുകൾ മ്യാവു മ്യാവു കി ആവാസ് നിക്കാലിനെ ലഗേ. മ്യാവു മ്യാവു കി ആവാസ് നിക്കാലിനെ ലഗേ എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ച കരയുന്നത് പോലെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. മ്യാവു മ്യാവു എന്നുള്ള ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി, അല്ലേ? നിങ്ങൾക്കറിയാം, എന്തെങ്കിലും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ അതിലെന്തെങ്കിലും തകരാറോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൂഹി ബഹളം ഉണ്ടാക്കും. അപ്പോൾ ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നും മനുഷ്യരല്ലാതെ മൃഗങ്ങൾ വല്ലതും ഈ പരിപാടികൾ കാണാൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. ഈ അഭദ്ര ഷോർ എന്ന് പറഞ്ഞാൽ മാന്യമല്ലാത്ത ശബ്ദം, ഇൻഡീസെൻറ്റ് എന്നാണ് അഭദ്ര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. മാന്യമല്ലാത്ത ഈ ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറാൻ നിർബന്ധിതയാക്കി. മാക്കോ സ്റ്റേജ് സെ ഹട്ട്നേക്കോ മജ്ബൂർ കരുതിയ. ഹട്ട്ന എന്ന് പറഞ്ഞാൽ മാറുക എന്നാണ്. മജ്ബൂർ കർണ എന്ന് പറഞ്ഞാൽ നിർബന്ധിതയാക്കുക എന്നാണ്. അപ്പോൾ ഈ മാന്യമല്ലാത്ത കാണികളുടെ ഈ മാന്യമല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറാൻ നിർബന്ധിതയാക്കി. അപ്പോൾ ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇസ് അഭദ്ര ഷോറിനെ മാക്കോ സ്റ്റേജ് സെ ഹട്ട്നേക്കോ മജ്ബൂർ കരുതിയ ഉസ് സമയം മാക്കി ഹാലത്ത് കേസി ഹോഗി. ആ സമയത്ത് അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, അമ്മയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും, അല്ലേ? അവരാകെ അവമാനിക്കപ്പെട്ടതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും, അല്ലേ? പാട്ട് പാടാൻ വന്നിട്ട് ശബ്ദം പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? तो माँ की हालत कैसी होगी? माँ बहुत डर गई होगी, वो बहुत अपमानित हुई होगी, अല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. उस दिन भी पर्दे के पीछे खड़ा वह आवाज़ के तमाशे को देख रहा था. माँ और मैनेजर में बहस होते देख वह वहाँ गया. मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते देखा था और वह उसे स्टेज पर भेजने की जिद करने लगा. माँ डर गई. 5 साल का बच्चा इस उग्र भीड़ को कैसे झेल पाएगा? अब ये पैराग्राफ को नोकिए. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. ചാർലിയെ അവൾ മിക്കവാറും അപ്നെ സാത്ത് തിയേറ്റർ ലേ ജാത്തി ഥി, തൻ്റെ കൂടെ തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. അക്സർ എന്ന് പറഞ്ഞാൽ ഓഫൺ എന്നാണ്, മിക്കവാറും തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. ഉസ് ദിൻ ഭി, ആ ദിവസവും പർദയ്ക്ക് പീച്ചെ ഖട, പർദ എന്ന് പറഞ്ഞാൽ കർട്ടനാണ്, കർട്ടൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് വഹ് ആവാസ് കെ തമാശയൊക്കെ ദേഖ് രഹാ ഥ, അവൻ ഈ ശബ്ദത്തിൻ്റെ തമാശകളൊക്കെ കാണുകയായിരുന്നു. അതായത് ആൾക്കാരിങ്ങനെ മ്യാവും മ്യാവും എന്ന് കരയുന്നതും അതൊക്കെ കുഞ്ഞു ചാർലിക്ക് ഒരു തമാശ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അവൻ ഈ ശബ്ദത്തിൻ്റെ തമാശകളൊക്കെ കണ്ടുകൊണ്ട് ഈ കർട്ടൻ്റെ പിന്നിൽ നിൽക്കുകയായിരുന്നു. മാ ഓർ മാനേജർ മേ ബഹസ് ഹോത്തെ ദേഖ് വഹു വഹാ ഗയ. അപ്പോൾ അമ്മയും മാനേജരും കൂടി തർക്കിക്കുന്നത് കണ്ടിട്ട് അവൻ അങ്ങോട്ട് പോയി. ബഹസ് ഹോന എന്ന് പറഞ്ഞാൽ തർക്കം ഉണ്ടാകുക എന്നാണ്. മാനേജറിനെ ചാർലിക്കോ മാ കെ കുച്ച് ദോസ്തോ കെ സാമനെ അഭിനയ് കർത്തെ ദേഖാ ഥാ. അപ്പം മാനേജർ എന്താ പറയുന്നത്? ഈ മാനേജർ ചാർലിയുടെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നത് കണ്ടിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. മാനേജറിനെ ചാർലിക്കോ മാക്കെ കുച്ച് ദോസ്തോക്കെ സാമനെ അഭിനയ കർത്തെ ദേഖാ ഥാ. അമ്മയുടെ കൂട്ടുകാരികളുടെ മുമ്പിൽ ഇവൻ എന്തോ അഭിനയിച്ച് കാണിക്കുന്നത് മാനേജർ കണ്ടിരുന്നു.
और वह उसे സ്റ്റേജ് पर भेजने की जिद करने लगा. അപ്പോൾ അയാൾ എന്താ പറയുന്നത്, ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കണമെന്ന്. ജിദ് കർണ എന്ന് പറഞ്ഞാൽ ശാഠ്യം പിടിക്കുക എന്നാണ്, നിർബന്ധം പിടിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പം മാനേജർ ചാർലിയെ നേരത്തെ ഇങ്ങനെ അഭിനയിക്കുന്നത് കണ്ടിരുന്നത് കൊണ്ട് ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ വേണ്ടി അമ്മയോട് നിർബന്ധം പിടിച്ചു. മാ ഡർ ഗയി, അമ്മ ഭയന്നുപോയി. എന്താ കാരണം? 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा. 5 വയസ്സുള്ള കുട്ടി, ചാർലിക്ക് ഉമ്ർ കിത്നി ഹേ, ചാർലിയുടെ വയസ്സെന്ന് പറഞ്ഞാൽ വെറും 5 വയസ്സാണ്. സിർഫ് 5 साल ഹേ ചാർലിക്ക് ഉമ്ർ, 5 വയസ്സേ ഉള്ളൂ ചാർലിക്ക്. ഈ ഉഗ്ര ഭീഡ്ക്കോ, ഈ ഭയങ്കരമായ ക്രൗഡിനെ, ആൾക്കൂട്ടത്തെ, ഛേൽ പായക, സഹിക്കാൻ പറ്റുമോ? ഈ വലിയ ജനക്കൂട്ടത്തെ 5 വയസ്സുള്ള കൊച്ചു ചാർലിക്ക് സഹിക്കാൻ പറ്റുമോ, മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു ആർക്ക്? അമ്മയ്ക്ക്. ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്, ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇത്ര എടുത്താൽ മതി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ചാർലി കി മാ കിസി തിയേറ്റർ മേ ഗാനാ ഗാ രഹി ഥി. ചാർലിയുടെ അമ്മ ഏതോ ഒരു തിയേറ്ററിൽ പാട്ട് പാടുമായിരുന്നു. തബ് ഉസ്കി ആവാസ് ഫട്ട് ഗൈ, അവരുടെ ശബ്ദം ഇടറിപ്പോയി. ലോഗ് ചില്ലാനേ ലഗെ, ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇസ് ചില്ലാഹട്ട് കെ കാരൻ, ഈ ബഹളം മൂലം മാക്കോ സ്റ്റേജ് സെ ഹട്ട്നാ പട, അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് മാറേണ്ടി വന്നു. ചാർലിക്കോ ഉസ്കി മാ अपने साथ अक्सर थिएटर ले जाती थी. तो उस दिन भी चार्ली पर्दे के पीछे खड़ा इन सब तमाशों को देख रहा था. तो माँ और मैनेजर के बीच बहस होते देख चार्ली वहाँ गया. तो मैनेजर माँ से क्या कह रहा था? मैनेजर माँ से कह रहा था, मैनेजर അമ്മയോട് പറയായിരുന്നു എന്ത്? ചാർലി को സ്റ്റേജ് पर भेजना चाहिए, ചാർലിയെ സ്റ്റേജിലേക്ക് വിടണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. യഹ് സുൻകർ മാ ബഹുത് ഡർ ഗയി, ഇത് കേട്ടപ്പോൾ അമ്മ വല്ലാതെ ഭയപ്പെട്ടു. ക്യോ ഡർ ഗയി? മാക്കോ യഹ് ശങ്കാ ഥി കി 5 साल का बच्चा इस उग्र भीड़ को कैसे झेल पाएगा. 5 വയസ്സുള്ള ഒരു കുട്ടി ഈ ഭയങ്കരമായ ജനക്കൂട്ടത്തെ എങ്ങനെ സഹിക്കും, എങ്ങനെ മാനേജ് ചെയ്യും? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇത് വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നന്നായി വായിക്കണം. ഇതിപ്പോൾ 2 പാരഗ്രാഫേ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് നിങ്ങൾ വായിക്കണം. ഒരു 2, 3, 4 തവണ വായിക്കുക. നിങ്ങൾ ഫ്ലുവൻ്റായിട്ട് വായിക്കാൻ പറ്റുന്നവരെ വായിക്കുക. അതിനുശേഷം ഞാൻ തരുന്ന അർത്ഥങ്ങളുമൊക്കെ എഴുതിയെടുക്കുക, പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഹം അഗ്ലി കക്ഷാ മേ മിലേംഗെ. ധന്യവാദ്. അൽവിദ.